ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ കേരളത്തിൽ ചർച്ച നടക്കുന്ന രണ്ട് വിഷയത്തെക്കുറിച്ചാണ്. ഒന്ന്, ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് സ്ത്രീകൾ അവരുടെ സുഹൃത്തിന് വേണ്ടി 70 പവൻ സ്വർണം കൊടുക്കുകയും അത് തിരിച്ചു കൊടുക്കാണ്ടിരുന്നപ്പോൾ അവരതിലത്ത് വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിക്കുകയും അതിനകത്ത് ഒരാൾ മരിക്കുകയും ഒരാൾ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര പരിചയമുണ്ടെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ മറ്റുള്ള ആളുകൾ സ്വർണം പണയം വെച്ചേക്കണാണ്. ആ പണയം ഇടിപ്പിക്കാൻ വരുമ്പോൾ അത് കറക്റ്റ് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ അവരെല്ലാം പ്രതികരിക്കുകയും ചെയ്യും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് അത് തിരിച്ചു കൊടുക്കാൻ കഴിയുക? പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ ഇതിൽ ഇത്രയും പവനും സ്വർണമൊക്കെ ഒരു സ്ഥാപനത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയുമോ? അവർ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലായിപ്പോയി. ഇതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ചാടിക്കുന്ന ആളുകൾ ചിന്തിക്കുക, തുച്ഛമായ ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കരുത്. അവരുടെ കുടുംബം അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് അവരെ കൊന്ന് ചാടിച്ചത്, അതൊന്നും ഓർക്കുക. അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പരാതിപ്പെടുകയും അതോടൊപ്പം തന്നെ ഒട്ടനവധി ആളുകളെ ഇത് കേസുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു. അതും ഇതുപോലെ തന്നെയാണ്. ഒരു തെറ്റായ സമീപനത്തിൻ്റെ ഫലമായിട്ട് ഒട്ടനവധി ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ നിന്ന് ആളുകൾ മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. ശക്തമായ ബോധവൽക്കരണം ഉണ്ടായാൽ മാത്രമാണ് ഇങ്ങനത്തെ കെണികളിൽ നിന്നും സമൂഹത്തിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അത് സർക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും മനസ്സിലാക്കി അത് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തിന്മയെ അതിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്.